അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറബിക് ഗ്രാമറിന്റെ 59-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. അൽ മഫ്ഊലുൽ മുത്ലഖ്, ക്രിയക്ക് ഊന്നലോ രൂപമോ എണ്ണമോ വിവരിക്കുന്ന ക്രിയാനാമം. അൽ മഫ്ഊലുൽ മുത്ലഖ്, ക്രിയക്ക് ഊന്നലോ രൂപമോ എണ്ണമോ വിവരിക്കുന്ന ക്രിയാനാമം. അൽ മഫ്ഊലുൽ മുത്ലഖ് ഇസ്മുൻ മൻസൂബുൻ മുവാഫിഖുൻ ലിൽ ഫിഅലി ഫി ലഫ്ളിഹി വയജീഉ ബഅദൽ ഫിഅലി ലിതഅക്കീദിഹി ഔ ലിബയാനി നൗഇഹി ഔ അദദിഹി. അൽ മഫ്ഊലു മുത്ലഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വാക്യത്തിലെ ക്രിയയെ ഊന്നി പറയുന്നതിനോ അതിൻ്റെ രൂപമോ എണ്ണമോ വിവരിക്കുന്നതിനോ വേണ്ടി ആ ക്രിയാധാതുവിൽ നിന്ന് തന്നെ രൂപം കൊള്ളുന്നതും ക്രിയയ്ക്ക് ശേഷം വരുന്നതുമായ മൻസൂബായ ഇസ്മിന് മഫ്ഊലു മുത്ലഖ് എന്ന് പറയുന്നു. അൽ മഫ്ഊലു മുത്ലഖ് ഇസ്മുൻ മൻസൂബുൻ, നസ്ബ് ചെയ്യപ്പെട്ട ഒരു നാമമാണ്. മുവാഫിഖുൻ ലിൽ ഫിഅലി ഫി ലഫ്ളിഹി, പദത്തിൽ ഫിഅലിനോട് യോജിക്കുന്ന നസ്ബ് നൽകപ്പെട്ട നാമമാണ്. വയജീഉ ബഅദൽ ഫിഅലി ലിതഅക്കീദിഹി, ഫിഅലിനു ശേഷം അത് വരുന്നു അതിനെ ഊന്നി പറയുന്നതിന് വേണ്ടിയോ. ഔ ലിബയാനി നൗഇഹി, അതിൻ്റെ രൂപം വിവരിക്കുന്നതിനോ അതിൻ്റെ ഇനം വ്യക്തമാക്കുന്നതിനോ തവണകൾ വ്യക്തമാക്കുന്നതിനോ വേണ്ടി. ഔ അദദിഹി, അതിൻ്റെ എണ്ണമോ. ഒരു വാക്യത്തിലെ ക്രിയയെ ഊന്നിപ്പറയുന്നതിനോ അതിൻ്റെ രൂപമോ തവണയോ വിവരിക്കുന്നതിനോ വേണ്ടി ആ ക്രിയാധാതുവിൽ നിന്ന് തന്നെ രൂപം കൊള്ളുന്നതും ക്രിയയ്ക്ക് ശേഷം വരുന്നതുമായ മൻസൂബായ ഇസ്മാണ് മഫ്ഊലു മുത്ലഖ്. 9 ഉദാഹരണങ്ങളുണ്ട്. ആദ്യത്തെ 3 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ലഅബ ഹസനുൻ ലഅബൻ. ലഅബ ഹസനുൻ ലഅബൻ, ഹസൻ ഒരു കളി കളിച്ചു. ലഅബ ഹസനുൻ, ഹസൻ കളിച്ചു. ലഅബൻ, ഒരു കളി. ഖതഫ സഅലബു അദ്ദജാജത ഖത്ഫൻ, കുറുക്കൻ കോഴിയെ ഒരു പിടി പിടിച്ചു. ഖതഫ, ഒരു റാഞ്ചൽ റാഞ്ചി. യശ്റബു തിഫ്ലു അല്ലബന ശുർബൻ, ശിശു പാൽ ഒരു കുടി കുടിച്ചു. ഖതഫ സഅലബു അദ്ദജാജത, കുറുക്കൻ കോഴിയെ പിടിച്ചു. ഖത്ഫൻ, ഒരു പിടുത്തം. യശ്റബു തിഫ്ലു അല്ലബന, ശിശു പാൽ കുടിച്ചു. ശുർബൻ, ഒരു കുടി. ഇത്തരത്തിൽ ഈ അടിവരയിട്ട പദം ഒന്നാമത്തെ ഉദാഹരണത്തിൽ ലഅബൻ, രണ്ടാം ഉദാഹരണത്തിൽ ഖത്ഫൻ, മൂന്നാം ഉദാഹരണത്തിൽ ശുർബൻ. ഈ പദങ്ങളെല്ലാം ഏകദേശം ക്രിയയോട്, ആ വാചകങ്ങളിലെ ക്രിയയോട് സാമ്യമുണ്ട്, യോജിച്ചു വരുന്നതാണ്. ലഅബ ലഅബൻ, ഖതഫ ഖത്ഫൻ, യശ്റബു ശുർബൻ എന്നിങ്ങനെ. ഇവ വന്നത് ആ ക്രിയയെ ഒന്ന് ഊന്നി പറയുന്നതിനു വേണ്ടിയാണ്. ലഅബൽ ഹസൻ, ഹസൻ കളിച്ചു എന്ന് പറയുമ്പോൾ ഒരു കളി. ലഅബൻ, ഒന്ന് ഊന്നി പറയാൻ. ഖതഫ സഅലബു ദജാജത്തൻ, കുറുക്കൻ കോഴിയെ പിടിച്ചു. റാഞ്ചി എന്ന് പറയുമ്പോൾ ഖത്ഫൻ, ഒരു റാഞ്ചൽ. അതൊന്ന് ഊന്നി പറയുന്നതിന് വേണ്ടിയാണ് ആ മഫ്ഊലു മുത്ലഖ് അവിടെ ഉപയോഗിച്ചത്. യശ്റബു തിഫ്ലു അല്ലബന, കുട്ടിപ്പാൽ കുടിച്ചു. ശുർബൻ, ഒരു കുടി. ഇത്തരത്തിൽ ക്രിയയോട് സാമ്യമായി വരുന്നതും ക്രിയയെ ഊന്നിപ്പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്രിയാനാമമാണ് മഫ്ഊലു മുത്ലഖ്. അടുത്ത 3 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 4, 5, 6. യസിബു നമിറു വുസൂബൽ അസദി. യസിബു അന്നമിറു വുസൂബൽ അസദി. യസിബു അന്നമിറു, പുലി ചാടി. വുസൂബൽ അസദി, സിംഹത്തിന്റെ ചാട്ടം. മറൽ ഖിതാറു മറ സഹാബി, തീവണ്ടി ഓടി. മറ സഹാബി, മേഘത്തിന്റെ ഓട്ടം. ജറ ഖാലിദുൻ, ഖാലിദ് ഓടി. ജറിയൻ സരിയാൻ, വേഗതയുള്ള ഓട്ടം. ഈ വാചകങ്ങളിൽ അടിവരയിട്ട പദങ്ങളെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ വുസൂബ, മറ, ജറിയൻ ഇവയെല്ലാം ഈ വാചകങ്ങളിലെ ക്രിയയോട് യോജിക്കുന്നതും സാമ്യമുള്ളതുമാണ്. യസിബു, മറ, ജറ, ജറിയൻ. ഈ വാചകങ്ങളിൽ ഇവ പ്രയോഗിച്ചത് ആ ക്രിയയുടെ രൂപം വിവരിക്കുന്നതിന് വേണ്ടിയാണ്. യസിബു അന്നമിറു, പുലി ചാടി. എങ്ങനെയുള്ള ചാട്ടം? വുസൂബൽ അസദി, സിംഹത്തിന്റെ ചാട്ടം. മറൽ ഖിതാറു, തീവണ്ടി സഞ്ചരിച്ചു.
തീവണ്ടി ഓടി. എങ്ങനെയുള്ള ഓട്ടം? മറ സഹാബി, മേഘത്തിന്റെ ഓട്ടം. ആ ഓട്ടത്തിന്റെ രൂപം വിവരിക്കുന്നു. ജറാ ഖാലിദുൻ, ഖാലിദ് ഓടി. ജറിയൻ സരിയാൻ, വേഗതയുള്ള ഒരു ഓട്ടം. ഇത്തരത്തിൽ ഈ ക്രിയയ്ക്ക് ശേഷം വരുന്നതും ക്രിയയുടെ രൂപം വിവരിക്കുന്നതുമായ ക്രിയാനാമമാണ് മഫ്ഊലു മുത്തലഖ്. 7, 8, 9 ഉദാഹരണങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ, അക്കല അലിയുൻ അക്കലത്തൈനി, അലി ഭക്ഷിച്ചു. അക്കല അലിയുൻ, അലി ഭക്ഷണം കഴിച്ചു. അക്കലത്തൈനി, 2 തവണ, 2 ഭക്ഷണം. തദൂറുൽ അർദു ദൗറത്തൻ ഫിൽ യൗം, ഭൂമി കറങ്ങുന്നു. ദൗറത്തൻ, ഒരു കറക്കം. ഫിൽ യൗം, ഒരു ദിവസം. ഭൂമി ദിവസത്തിൽ 1 തവണ കറങ്ങുന്നു. ലറബ ഖാദിമുൻ അൽ അഖറബ, ഭൃത്യൻ തേളിനെ അടിച്ചു. ലർബത്തൻ, ഒരു അടി. ലറബ ഖാദിമു അൽ അഖറബ, ഭൃത്യൻ തേളിനെ അടിച്ചു. ലർബത്തൻ, ഒരു അടി. അക്കലത്തൈനി, ദൗറത്തൻ, ലർബത്തൻ. ഈ അടിവരയിട്ട പദങ്ങളാണ് ഈ വാചകങ്ങളിലെ മഫ്ഊലു മുത്തലഖ്. ഇത് വന്നിരിക്കുന്നത് ആ ക്രിയയോട് സാമ്യമുള്ള, ആ ക്രിയയോട് അക്കല എന്ന ക്രിയയോട് യോജിക്കുന്ന ഒരു പദമാണ് അക്കലത്തൈനി. തദൂറു ദൗറത്തൻ, ലറബ ലർബത്തൻ. ക്രിയയോട് യോജിക്കുന്നതും ക്രിയാധാതുവിൽ നിന്ന് രൂപം കൊള്ളുന്നതുമായ ഒരു പദങ്ങളാണ് ഇവയെല്ലാം. അക്കല, അക്കലത്തൈനി, തദൂറു ദൗറത്തൻ, ലറബ ലർബത്തൻ എന്നിങ്ങനെ. ഈ വാചകങ്ങളിൽ ഇവ ഉപയോഗിച്ചത് ആ ക്രിയയുടെ എണ്ണം വിവരിക്കുന്നതിനോ തവണ വിവരിക്കുന്നതിനോ ആണ്. ഇത്തരത്തിൽ ഒരു വാക്യത്തിലെ ക്രിയയെ ഊന്നിപ്പറയുന്നതിനോ അതിൻ്റെ രൂപത്തെയോ അതിൻ്റെ എണ്ണത്തെയോ തവണയെയോ എല്ലാം വിവരിക്കുന്നതിനോ വേണ്ടി ആ ക്രിയാധാതുവിൽ നിന്ന് തന്നെ രൂപം കൊള്ളുന്നതും ക്രിയയ്ക്ക് ശേഷം വരുന്നതുമായ നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മാണ് മഫ്ഊലു മുത്തലഖ്. അൽ മഫ്ഊലു മുത്തലഖ് ഇസ്മുൻ മൻസൂബുൻ മുവാഫിഖുൻ ലിൽ ഫിഅലി ഫീ ലഫ്ളിഹി വയജീഉ ബഅദൽ ഫിഅലി ലിതഅകീദിഹി ഔ ലിബയാനി നൗഇഹി ഔ അദദിഹി. ഒരു വാക്യത്തിലെ ക്രിയയെ ഊന്നിപ്പറയുന്നതിനോ അതിൻ്റെ രൂപമോ എണ്ണമോ വിവരിക്കുന്നതിനോ വേണ്ടി ആ ക്രിയാധാതുവിൽ നിന്ന് തന്നെ രൂപം കൊള്ളുന്നതും ക്രിയയ്ക്ക് ശേഷം വരുന്നതുമായ നസ്ബ് ചെയ്യപ്പെട്ട മൻസൂബായ ഇസ്മിനെ മഫ്ഊലു മുത്തലഖ് എന്ന് പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഖൂക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ ബിലാദ് ഖത്തർ.